ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് സർവീസ് ചെയ്യാനുള്ള കംപ്രസർ സ്റ്റാർട്ട് ചെയ്യാം. ഹെഡ് വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇതിന് എയർ ടാങ്കിക്ക് കൊടുക്കുന്ന പൈപ്പ് ഊരി വയ്ക്കണം. ഊരി വെച്ചിട്ടുണ്ട്. ഹെഡ് പൊന്തിച്ച് നോക്കുകയാണ്. ഇതിൽ ചളി കയറേണ്ടതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഇവിടെയാണ്. ഈ പാക്കിങ് ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതിലൂടെ എയർ പുറത്തേക്ക് വരുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ടാങ്ക് പെട്ടെന്ന് എയർ ഫുള്ളാകുന്നത്. ഈ പാക്കിങ് ചേഞ്ച് ചെയ്താണ് ഫിറ്റ് ചെയ്താൽ കംപ്രസർ കണ്ടീഷനാകും. ഈ പാക്കിങ് ഇതിന് ക്ലീൻ ചെയ്യണം. പാക്കിങ് കളയണം. പാക്കിങ് കളഞ്ഞിട്ട് വേണം പുതിയ പാക്കിങ് വെക്കാൻ. ഈ പാക്കിങ്ങാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹെഡ് കൊടുക്കുകയാണ്. ഇതൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഈ പാക്കിംഗ് ആണ് ഇപ്പോൾ ഇതിൻ്റെ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പാക്കിംഗ് നമ്മൾ മാറ്റുകയാണ്. ഇത് പുതിയ പാക്കിംഗ് ആണ്. ഇത് ഫുള്ള് ക്ലീൻ ആക്കണം ശരിക്കും. ഇതിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങി കിടന്നാലും അതുപോലെ എയർ ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. ഇതിന് ഹോൾസ് വേറെ 2 ഗാഡി ഉണ്ട്. ആ ഗാഡിക്ക് കറക്റ്റ് ഈ ഗാഡി ഇറങ്ങുന്ന രീതിയിലാക്കിയിട്ട് ഈ ഗാഡിയിൽ കറക്റ്റായിട്ട് ഇതിവിടെ ഇറക്കി വെക്കണം. ഈ പാക്കിങ് ഇതിന്റെ മുകളിൽ വെക്കാനുള്ള പാക്കിംഗ് ആണ്. ഇതിന്മേൽ വെക്കണമെങ്കിൽ ഈ പാക്കിങ് ഇതിന് വെക്കണമെങ്കിൽ വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വെച്ചാൽ മതി. ഇങ്ങനെ കൊടുത്തിട്ട്
കറക്റ്റായിട്ട് പാക്കിങ് ഇട്ടിട്ട് ബോൾട്ടുകൾ ഇറക്കി വെക്കുക. ഇത് ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന വർക്കുള്ളൂ. ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഓവർ ടൈറ്റ് ആക്കാൻ പാടില്ല. ഓവർ ടൈറ്റ് ആക്കിയാൽ ഇത് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ടൈറ്റ് ആക്കുമ്പോൾ മീഡിയം ടൈറ്റ് ആക്കാൻ പാടുള്ളൂ. കണക്ക് കൊടുക്കുക. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിപ്പോൾ കഴിഞ്ഞുണ്ട്, റെഡിയാണ്. വർക്ക് ചെയ്ത് നോക്കാം. അല്ലല്ല വർക്ക് കുടിക്കേണ്ടത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വർക്ക് കുഴപ്പമില്ല. വേറെ വരണമെങ്കിൽ വെക്കുക. വേറെ കയറിയിട്ടുണ്ട്.